ഒറ്റമൂലി രഹസ്യം അറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവ്. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേർക്ക് ശിക്ഷ വിധിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാബാ ഷെരീഫ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികളുടെ ശിക്ഷ ഇങ്ങനെ. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് 13 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഗൂഢാലോചന, തടവിൽ പാർപ്പിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. 2,45,000 രൂപ പിഴയൊടുക്കണം. രണ്ടാം പ്രതി ശിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും ശിക്ഷ, 60,000 രൂപ പിഴ. ആറാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 30,000 രൂപ പിഴ. ശിക്ഷാവിധിയിൽ തൃപ്തിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൃഷ്ണൻ നമ്പൂതിരി. എനിക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി കാര്യം. പൊതുവേ നല്ല ഒരു വിധിയാണ്. ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ പറ്റും. വിചാരണ നേരിട്ട 12 പേരിൽ 9 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിൽ അപ്പീൽ പോകുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിഴയായി ഒടുക്കുന്ന പണം ഷാബാ ഷെരീഫിന്റെ കുടുംബത്തിന് കൈമാറണം. ഒറ്റമൂലിയുടെ രഹസ്യമറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ 2019 തട്ടിക്കൊണ്ടുവരികയും 2020 ഒക്ടോബർ വരെ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളി എന്നതാണ് കേസ്. ശാസ്ത്രീയ പരിശോധനകളുടെയും മൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കേസന്വേഷണത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.